അങ്ങനെ 25 ദിവസത്തെ കാത്തിരിപ്പ് നാളെ അവസാനിക്കുകയാണ്. മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഓരോരുത്തരുടെയും ഹൃദയമിടിപ്പ് ഇങ്ങനെ ആര് ഭരണത്തിലേറും, ആര് മുഖ്യമന്ത്രിയാകും, ആരൊക്കെ മന്ത്രിമാരാകും എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24 സജ്ജമാണ്. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിരിക്കുന്ന ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട്, സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് പ്രേക്ഷകർക്കൊപ്പം. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു, ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന്, വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന്. ആദ്യം നമ്മൾ പോകുന്നത് അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സെ, ഈ UDFന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? UDF എക്സിറ്റ് പോളുകളിലെല്ലാം മുന്നിൽ വന്നിട്ടുണ്ട്. അതേസമയം തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾ കൊണ്ടാണല്ലോ UDF ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ക്രിസ്റ്റീന, സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 79.7%. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് രേഖപ്പെടുത്തിയ പോളിംഗ് അതിന്റെ ഏറ്റവും ഒടുവിലെ കണക്ക് അല്പം മുമ്പാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തുവിട്ടത്. അതായത് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ആ ഉയർന്ന പോളിംഗ് ആർക്ക് അനുകൂലം എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ മുന്നണികൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം. അത് തങ്ങൾക്ക് അനുകൂലമാണെന്ന് UDF അവകാശപ്പെടുന്നുണ്ട്. അതായത് സംസ്ഥാനത്തൊരു ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ടായി. പ്രത്യേകിച്ച് സാമുദായിക ഘടകങ്ങളടക്കം UDFന് അനുകൂലമായി എന്നാണ് അവർ വിലയിരുത്തുന്നത്. LDFനൊപ്പം നിന്ന പല മണ്ഡലങ്ങളും LDFന്റെ ശക്തി കോട്ടകളിലടക്കം വിള്ളൽ വീഴ്ത്താനാകും എന്നാണ് UDFന്റെ പൊതുവെയുള്ള കണക്ക്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഭരണമാറ്റം UDF ഉറപ്പിക്കുന്നു. ഇനി ഒരു രാത്രിയുടെ കൂടി വ്യത്യാസമുള്ള അല്ലെങ്കിൽ നീളമേ ഉള്ളൂ ഫലമറിയാൻ. ആ ഫലമറിയുമ്പോൾ UDF അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അവർ. അവരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 80 മുതൽ 90 സീറ്റുകൾ വരെ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെയും UDFന്റെയും കണക്ക് കൂട്ടൽ. ഇനി തരംഗമാണെങ്കിൽ അത് 95 സീറ്റിന് മുകളിലേക്ക് അല്ലെങ്കിൽ 100 സീറ്റിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും UDF വിലയിരുത്തുന്നുണ്ട്. ശുഭപ്രതീക്ഷയുടെ വിശ്വാസത്തിൽ, ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ UDF മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകളിലേക്കും തുടർ നടപടികളിലേക്കും കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ പിറ്റേ ദിവസം, അതായത് 5-ാം തീയതി തന്നെ തിരുവനന്തപുരത്ത് AICC നിരീക്ഷകരെത്തി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ MLA-മാരുടെ അടക്കം അഭിപ്രായം തേടും. MLA-മാരടക്കം ആരെയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നതെന്നുള്ള അഭിപ്രായം അത് AICC അറിയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഘടകകക്ഷികളുമായുള്ള ചർച്ച അത് തൊട്ടടുത്ത ദിവസം 6-ാം തീയതി നടക്കും. 7-ാം തീയതി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക് പറക്കും. അവർ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി, ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ അഭിപ്രായം പറയുന്നതിന് വേണ്ടിയാണ് അവർ ഡൽഹിയിലേക്ക് തിരിക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം KPCC ഭാരവാഹികൾ, MLA-മാർ, ഘടകകക്ഷികൾ, അതുപോലെ അത് തുടങ്ങി UDF-മായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ മുഴുവൻ അഭിപ്രായം ആര് മുഖ്യമന്ത്രിയാകണം എന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് തേടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ മാത്രം അത് തീരുന്നില്ല. ഹൈക്കമാൻഡ് പറയുന്നത് നിലവിലെ 3 പേര് കേൾക്കുന്നുണ്ട്. അതായത് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്ന 3 പേരുടെ പേരുകൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് ചർച്ചകളിൽ സജീവമായി കേൾക്കുന്നുണ്ട്. ആ 3 പേരുകളിലേക്ക് മാത്രം എന്തിന് ചർച്ചകൾ നടത്തുന്നു? കൂടുതൽ പേർ ആ പരിഗണനയിലേക്ക് വരട്ടെ എന്നാണ് AICC-യുടെ നിലപാട്. വനിതാ യുവ പ്രാതിനിധ്യം കൂടി വരട്ടെ, അതിനുശേഷം ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. പക്ഷെ ഒന്നുകൂടി ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഏതെങ്കിലും നേതാക്കൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നത് അനുവദിക്കാനാകില്ല എന്ന നിലപാട് കൂടി ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും പൂർണ്ണ ശുഭപ്രതീക്ഷയിലാണ്. KPCC ആസ്ഥാനത്തടക്കം പന്തലിട്ട് നാളെ ഈ വോട്ടെണ്ണൽ കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരുവിധപ്പെട്ട കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മുഴുവൻ തിരുവനന്തപുരത്ത് നാളെ ഉണ്ട് എന്നുള്ളതും അവരുടെ പ്രതീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. സാധാരണഗതിയിൽ കോൺഗ്രസ് നേതാക്കൾ അവരവരുടെ ജില്ലകളിലായിരിക്കും ഈ വോട്ടെണ്ണൽ ദിവസങ്ങൾ ഉണ്ടാകാം. പക്ഷേ നാളെ പ്രതിപക്ഷ നേതാവും അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മുഴുവൻ തിരുവനന്തപുരത്തുണ്ട്. കന്റോൺമെന്റ് ഹൌസിലും അതുപോലെ KPCC-യിലുമായി അവർ വോട്ടെണ്ണൽ വീക്ഷിക്കുകയും ചെയ്യും. പ്രവർത്തകരും അണികളും അടക്കം വലിയ ആവേശം വെച്ച് പുലർത്തുന്നുണ്ട്. അവർ അധികാരത്തിൽ വരും 10 വർഷത്തിന് ശേഷം എന്ന അതേ പ്രതീക്ഷ അവർ നിലനിർത്തുന്നുണ്ട് കണക്കുകളിൽ. അതായത് വടക്കൻ കേരളത്തിലെ പല മണ്ഡലങ്ങളും അവർക്ക് പിടിച്ചടക്കാനാകും. മലപ്പുറം ഒരു ക്ലീൻ സ്വീപ്പ്, UDFന് ഒരു ക്ലീൻ സ്വീപ്പ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ LDF-ൽ നിന്ന് പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്. ഒപ്പം മധ്യ കേരളത്തിൽ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് അവർ പ്രതീക്ഷിക്കുന്നു. തെക്കൻ കേരളത്തിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചടക്കാനാകുമെന്ന പ്രതീക്ഷയും അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതായത് തിരുവനന്തപുരത്ത് 7-8 സീറ്റ്, നിലവിൽ 14 മണ്ഡലങ്ങളുള്ളതിൽ ഒരു സീറ്റ്
മാത്രമാണ് കോൺഗ്രസിന്റെ UDF പക്കലുള്ളത്, കോവളം മാത്രമാണ് അവരുടെ പക്കലുള്ളത്. ആ സ്ഥിതി മാറും. 7 മുതൽ 8 സീറ്റ് വരെ തിരുവനന്തപുരത്ത് നേടുമെന്ന പ്രതീക്ഷ പോലും അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതായത് 80 മുതൽ 90 സീറ്റ് അങ്ങനെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷെ അത് തരംഗമാണെങ്കിൽ 100-ന് മുകളിലേക്ക് പോകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവകാശപ്പെട്ടതുപോലുള്ള ഒരു വിജയം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് UDF ക്യാമ്പിന്റെ ഈ ഘട്ടത്തിലെയും പ്രതീക്ഷ. ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. നാളെ കൗണ്ടിംഗ് കാണുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ അവർ നടത്തുന്നു. ഇനി കൗണ്ടിംഗ് സെന്ററുകളിൽ എത്തുമ്പോൾ ഈ പ്രവർത്തകരും UDF പ്രവർത്തകരും അതുപോലെ കൗണ്ടിംഗ് ഏജന്റുകളും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ കൂടി UDF നേതൃത്വം നൽകിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു സംശയം തോന്നിയാൽ അത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നതടക്കം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.